ഇന്ന് വരെ പലസ്തീനിൽ ഒരാളോ ഒരു കുട്ടിയോ ഒന്നും എനിക്ക് വെള്ള സൗകര്യങ്ങൾ പോരാ, ഞാൻ ഇവിടുന്ന് മാറിപ്പോവാണ്, ഇവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞ് നിന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ വീട്ടിലെ കുട്ടികൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി അത് കിട്ടിയില്ലെങ്കിൽ, ഒന്നെങ്കിൽ ആ സാധനം കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ആ പറഞ്ഞ ബ്രാൻഡുള്ള ഒരു സാധനം കിട്ടിയില്ലെങ്കിലോ പ്രശ്നമാണ്. എന്ത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്, ഫുഡ് കഴിക്കൂല, 2 ദിവസം പിണങ്ങി, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടുത്തെ ആൾക്കാർ ഓർക്ക് എന്താ വെച്ചാൽ മതി, ഒന്ന് അവിടെ നിന്ന് മാറി കൊടുത്താൽ മതി. ഓർക്ക് ഈ ഒരു യാതനകളും ഈ പ്രശ്നമൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. പക്ഷെ ഓരോ നിശ്ചയദാർഢ്യം അത് പാലസ്തീൻ എന്താണ്, സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് ഒരു നേട് തന്നെ ചെയ്യൂട്ടോ. ഇന്നത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ന്യൂസ്, ലോക രാജ്യങ്ങള് പലസ്തീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള കപ്പലുകൾ അത് ഫുള്ളും ഇസ്രായേൽ തടഞ്ഞ്. ഇസ്രായേലായിട്ട് സഹായിക്കൂല, പക്ഷെ പലസ്തീനെ സഹായിക്കുന്ന ആൾക്കാരെ ഇസ്രായേൽ തടയുകയും ചെയ്യും. എന്താണ് ഈ കാട്ടാള ഭീകരത എന്നത് അവസാനിക്കാൻ പക്ഷെ എനിക്കൊരു മനസ്സിലായൊരു കാര്യമുണ്ട്, ഇത്രയും നോക്കി നിന്നതിൽ ഇവരെത്ര ആളുകൾ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൊളിറ്റിക്കലി ഇസ്രായേൽ വൻ തോൽവി. നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എടുത്ത് നോക്കണ്ടേ. ഇവര് ആയുധമില്ല, ഒന്നുമില്ല, എന്നിട്ട് പോലും ഇസ്രായേൽക്ക് ഇവരെ അതിജയിക്കാൻ കഴിയില്ല. അതെന്താ അറിയോ, മനസ്സിന്റെ പവറാ. ഒരു മനുഷ്യന്റെ ഏറ്റവും പവറുള്ള സാധനം എന്താ അറിയോ, ഒരു മനുഷ്യന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം അതൊരു വാളോ മൂർച്ചോ ക്യാഷോ എന്നല്ല, മൈൻഡ് സെറ്റ്. ഇത് നമുക്ക് പലസ്തീനിലെ കുഞ്ഞുങ്ങളിൽ നിന്നും അതുപോലെ പലസ്തീനിലെ ആൾക്കാരും പലസ്തീനിന്റെ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. അതിലൊരൊറ്റ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം.